CPM-ന്റെ ഉറച്ച കോട്ടയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ CPM-ന് ശക്തമായ വേരുകളുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ KN ബാലഗോപാലിന് കഴിഞ്ഞ തവണ 68,770 വോട്ടാണ് കിട്ടിയത്. 45% വോട്ടുണ്ടായിരുന്നു അവിടെ CPM-ന്. UDF-ന് 57,956, 38%. BJP-ക്ക് 21,223. BJP-ക്ക് അത്ര വലിയ ഈ വോട്ട് സ്ഥിരമായി നിലനിർത്തുന്നു എന്നുള്ളതല്ലാതെ വലിയ മുന്നേറ്റമൊന്നും BJP-ക്കില്ല. എപ്പോഴും മത്സരം UDF-ഉം CPM-ഉം തമ്മിലാണ്. ജയിക്കുന്നത് CPM ആണ് എന്നുള്ളതാണ്. ഇത്തവണ വലിയ കരുനീക്കങ്ങളൊക്കെ UDF നീക്കുന്നുണ്ട്. ഐഷ പോറ്റിയെ UDF-ലോട്ട് എത്തിച്ചിട്ട് അവിടെ നിർത്തി മത്സരിപ്പിക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും KN ബാലഗോപാലിനെ കാലിടറില്ല എന്നാണ് ജനം ഒന്നടങ്കം, കൊട്ടാരക്കരയിൽ 2 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട്, അവർ ഒന്നടങ്കം പറയുന്നത് ഇത്തവണയും CPM തന്നെ അവിടെ വിസ്മയം തീർക്കും എന്നുള്ളതാണ്. എങ്ങനെ കാണാം കൊട്ടാരക്കരയിൽ? ഈ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയുമാണല്ലോ CPM-ന്റെ, നമ്മൾ എത്ര പറയുമ്പോഴും കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും പാർട്ടി സംവിധാനമുള്ള 2 ജില്ലകൾ. അതിനകത്ത് കൊല്ലം ജില്ലയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ശൈലിയൊക്കെ വളരെ കുറവാണ്. ഒരുപക്ഷെ ഇപ്പം ഏറ്റവും അടുത്ത് നോക്കുമ്പോൾ പോലും നമുക്ക് കണ്ണൂരെക്കാട്ടിൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ജില്ലയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ആദ്യം ചർച്ച ചെയ്തിരുന്നു, ഐഷ പോറ്റി കൊള്ളാം, കുഴപ്പമില്ല, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നല്ലൊരു പോറ്റിയാണ്, നമ്മുടെ ശബരിമല പോറ്റിയുടെ കൂട്ട് ഉള്ളൊരു പോറ്റിയാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ പോറ്റിയുടെ കാര്യങ്ങൾ വെളിയിൽ വരുമ്പോൾ ഈ പോറ്റി അത്ര മോശമൊന്നുമല്ല. ഈ വയസ്സാം കാലത്ത് നമ്മൾ പറയത്തില്ല, ഈ വയസ്സാം കാലത്ത് ആഗ്രഹങ്ങൾക്കൊട്ടും കുറവില്ല, ആയുസ് തീർന്നാലും ആഗ്രഹം തീരത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഐഷ പോറ്റിയെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം BJP-യുമായിട്ടും ചർച്ച ചെയ്തു. അവർ പറഞ്ഞു ഈ സാധനം നമുക്ക് വേണ്ട, ആക്രി വറക്കുന്നില്ല BJP, സതീശനാണ് ആക്രി വറക്കുന്നത്, അയാൾ വറക്കിക്കോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പം BJP നേതാക്കന്മാരുമായിട്ട് ഐഷ പോറ്റി സംസാരിച്ചിരുന്നു. അതായത് ഇതിനകത്ത് ഐഷ പോറ്റി CPM-നെ സഹായിച്ചതിനപ്പുറം CPM ഐഷ പോറ്റിയെ സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ളയുടെ ഒരു സീറ്റായിരുന്നിടത്തുനിന്ന് ഐഷ പോറ്റി വന്നു. ഐഷ പോറ്റി CPM-ന്റെ സഹായത്തോട് ക്രമാനുഗതമായിട്ട് അവിടുത്തെ വോട്ട് വർദ്ധിപ്പിച്ച് നിൽക്കുന്നു. പക്ഷേ ഐഷ പോറ്റി CPM ഐഷ പോറ്റി ചതിച്ചതല്ല. ഇപ്പോഴും ഈ പറയുന്ന പ്രചരണവും അല്ലെ ഐഷ പോറ്റി ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതും എനിക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല, എനിക്ക് സ്പേസ് തന്നില്ല, എന്നെ ഒതുക്കി എന്നൊക്കെ പറയുന്നതല്ല അവിടുത്തെ കാര്യം. ഐഷ പോറ്റിയുടെ ഭർത്താവിന് വയ്യ, അദ്ദേഹം മരിച്ചുപോയി. ആ സമയത്ത് അവർ തന്നെ പറഞ്ഞു, എനിക്കിനിയും വയ്യ, പ്രായമായി, എനിക്കെൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ ഭർത്താവിന് വയ്യ, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എനിക്ക് മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ അവസാന ടൈമിലൊക്കെ പറഞ്ഞാൽ. പിന്നെ ടേൺ വ്യവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പലരുടെയും മാറ്റിയതിൻ്റെ കൂടെ പക്ഷേ ഐഷ പോറ്റി അഭിപ്രായം ഉണ്ടായിരുന്നു. അതുപോലെ ഐഷ പോറ്റിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അവരെ ഉൾപ്പെടുത്തിയിരുന്നു. ഇവർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ പാർട്ടി പരിപാടികൾ പങ്കെടുക്കാതെയൊക്കെ ഇരുന്നിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ അവസ്ഥയിൽ പോലും ഈ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി, അല്ലെങ്കിൽ വലിയ യൂണിയൻ അതറിയോ, ഈ അതിൻ്റെ കസ്റ്റഡി ഇടതുപക്ഷമോ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെ അപ്പോൾ ഇവർക്ക് സ്പേസ് കൊടുക്കാവുന്ന ഒരു ഇതില്ല. ഇവർ എന്തോ ഉൾവലിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ടേൺ വ്യവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് മന്ത്രിയാവണമെന്നുള്ള താല്പര്യം കാണുമായിരിക്കും, മനസ്സിലായി. ഒരുപക്ഷെ അവർ അടുത്ത പ്രാവശ്യം കൂടി അവിടെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ അവരെ മന്ത്രിയാക്കിയേ പറ്റുമായിരുന്നല്ലോ, സ്ത്രീ എന്നുള്ള രീതി. അപ്പോൾ അതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇനി അവർക്ക് മനസ്സിലായി ഒരു പക്ഷേ CPM-ന് 2 ടേൺ അല്ലെങ്കിൽ 3 ടേൺ വ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിനിയും MLA ഒന്നും ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അന്ന് കള്ളത്തരമാണെന്ന് പറയുന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ അവർ ഇലക്ഷൻ എടുത്ത സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പരിപാടിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ BJP-യുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്നതുപോലെ എനിക്ക് വേണ്ടതൊക്കെ പറ്റതൊക്കെ തരാമെന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം അവിടെ ഈ സാധനം വന്നതോടുകൂടി അദ്ദേഹം ഈ ആൾക്കാരെ പറക്കാൻ നടക്കുവാണ്. എല്ലാവരും VD സതീശൻ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിവർത്തിയില്ല. ജയിച്ച ജയമൊക്കെ പുള്ളി പഠിക്കാനിരിക്കും. കാരണം എങ്ങനെ ജയിച്ചു എന്നുള്ളതിനെ പറ്റി പുള്ളി അറിയത്തില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴും അല്ലെങ്കിൽ അൻവറിൻ്റെ അവിടെ ജയിച്ചപ്പോഴും ഒക്കെ ഇത് നമുക്ക് പഠിക്കണം, ഈ ജയം നമുക്ക് പഠിക്കണം എന്നാണ് VD സതീശൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇതിപ്പോൾ പുള്ളിക്കൊരു ഇത് വന്നു, ഇങ്ങനെയൊക്കെ ജയിക്കാൻ കേട്ടോ, ഒരു പണിയും ചെയ്യാതെ ജയിക്കാം. എന്നാലും നിർത്തുന്നതിന് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ വേണമല്ലോ. അപ്പം നോക്കുമ്പോൾ കൊട്ടാരക്കരയിൽ ഒരു ഐഷ പോറ്റി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് അവരെ ഇതിനകത്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടെ ഇപ്പം സംഭവിച്ചേക്കുന്ന അപകടം എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയിലെ കാര്യം മാത്രമാണ്. നമ്മൾ കേരളത്തിലുടനീളം പറയുമ്പോൾ ഈ അപകടങ്ങൾ വളരെ കൃത്യമായിട്ട് പറവൂർ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ BJP ക്യാച്ച് ചെയ്തേക്കുന്ന ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തുനിന്ന് ഏറ്റവും പ്രബലമായ ക്യാൻഡിഡേറ്റാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര പറയുമ്പോഴും ബാലഗോപാലിന് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു ക്യാൻഡിഡേറ്റാണ് ഈ പറയുന്ന രശ്മി. കാരണം ഇവർക്ക് വലിയ ജനകീയ പിന്തുണയുള്ള ജില്ലാ പഞ്ചായത്തിലൊക്കെ നിൽക്കുമ്പോൾ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ പിന്തുണയുള്ള നേതാക്കന്മാർ
വളരെ കുറവാണല്ലോ കോൺഗ്രസിനകത്ത്. യുവ നേതാക്കന്മാർ കുറവാണ്. ഒരു മാങ്കൂട്ടം ഉണ്ടായിരുന്നു, അയാളുടെ കാര്യം നമുക്കിപ്പോൾ അറിയാം. കാരണം എങ്ങനെയൊക്കെയോ ജനത്തിനിടയ്ക്കൊക്കെ ഒരു ഗ്രിപ്പൊക്കെ ഉണ്ടാക്കി അയാളെ. അപ്പോൾ ഇതിനകത്ത് അവിടെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാലഗോപാൽ എന്ന് പറയുന്ന ആൾ മൂന്നാമതും അവിടെ ജയിക്കുന്ന ഒരു രീതിയിലേക്ക് ഉള്ള അവസരം വളരെ കൃത്യമായിട്ട് ഈസി ആയിട്ട്, കാരണം രശ്മി ആയിരുന്നെങ്കിൽ മത്സരം നടന്നതിന് ഈസി ആയിട്ട് വി ഡി സതീശൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാം. പല മണ്ഡലത്തിലുടനീളം വ്യാപകമായിട്ട് വികസനം നടത്തിയിട്ടുണ്ട്. കാരണം ആർക്കും ബാലഗോപാൽ വന്നതിന് ശേഷം ഒരു ഡീമെറിറ്റ് പറയാൻ ആ മണ്ഡലത്തിലില്ല. ഇപ്പം മത്സരം ഇവർ തമ്മിൽ, കാരണം അവർ ജില്ലാ പഞ്ചായത്തിലൊക്കെ നിൽക്കുകയും അല്ലെങ്കിൽ മഹിളയുടെ നേതാവായിട്ടിരിക്കുകയും ജനങ്ങൾക്കിടയിൽ ഉണ്ടായതുകൊണ്ട് ബാലഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചും ബാലഗോപാലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ മത്സരം നല്ല ടൈറ്റാക്കി ഈ അന്ന് ഏതാണ്ട് 20,000 വോട്ടോളം മാത്രമേ BJP പിടിച്ചുള്ളൂ. ഇപ്പം ഇവർ തന്നെയായിരുന്നെങ്കിൽ ബാലഗോപാൽ എത്ര വികസനം പറയുമ്പോഴും ബാലഗോപാലിന് അവിടെ മത്സരം. അപ്പോൾ ഇപ്പം ബാലഗോപാലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പോറ്റിയൊന്നും വിഷയമേ അല്ല. പോറ്റിയും രശ്മിയും തമ്മിൽ മത്സരം നടക്കും. ബാലഗോപാൽ ജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം. പോറ്റിയും രശ്മിയും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്ന ഒരു ഇടമായിട്ട് അവിടെ മാറും. BJP ഈ ഇലക്ഷനോടുകൂടി വളരെ കൃത്യമായിട്ട് 20,000 വോട്ട് മാത്രം പിടിച്ചിരുന്ന BJP അവിടെ ത്രികോണ മത്സരത്തിലേക്ക് വരുന്ന ഒരു കക്ഷിയായിട്ട് രശ്മി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ മാറും എന്നാണ് ഇപ്പോഴത്തെ വമ്പൻ ട്വിസ്റ്റ്. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങളാണ് കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതായത് ഈ പറയുന്ന ആക്രി പറക്ക്, അതായത് ഈ ഐഷ പോറ്റി, തിരുവനന്തപുരത്ത് നിന്ന് പോയ എല്ലാവരുടെ പേരും സലീം കുമാറോ അല്ല, മറ്റേ ഇല്ല സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ട് പ്രേംകുമാർ, പിന്നെ BSന്റെ സുരേഷ്, പിന്നെ നമ്മുടെ ശശി വന്നിട്ടില്ല, ചർച്ച നടത്തി. അപ്പൊ ഈ ആക്രി പറക്കുന്നതിന്റെ കൂട്ടത്തിൽ കൊട്ടാരക്കരയിലെ ആക്രി പറക്കി ഇതിനകത്തു നിന്നുള്ള കൊള്ളാവുന്നതിനപ്പുറത്ത് പോയി ഈസി ആയിട്ട് മത്സരമില്ലാതെ ബാലഗോപാൽ ജയിക്കുന്ന ഒരവസ്ഥയും, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്ന ഒരവസ്ഥയും, BJPക്ക് ഇതുവരെ ഉണ്ടായിരുന്ന 20,000-ൽ നിന്ന് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി BJPയെ അവിടെ സ്ട്രൈക്കിംഗ് ഫോഴ്സായിട്ട് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ കേരള കോൺഗ്രസ് ബി, അതായത് ബാലകൃഷ്ണപിള്ള ഒരു രാജകീയ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ കൊട്ടാരക്കര എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം സീറ്റാണ്. അന്ന് അദ്ദേഹം UDF-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ പറയുന്ന ഐഷ പോറ്റി അവിടെ മത്സരത്തിൽ ഇറക്കുന്നത്. ഐഷ പോറ്റി വലിയൊരു അട്ടിമറി നടത്തിയിട്ടാണ് ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കുന്നത്. പക്ഷേ ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന CPM വോട്ടുകൾ ഒന്നിച്ചു നിൽക്കാനും CPM-ന് അനുകൂലമായി ചിന്തിക്കാനുമുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കി. അത് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് അവർ ജയിച്ചു കയറിയത്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഇരുന്നത് കൊണ്ട് ഐഷ പോറ്റിക്ക് വലിയൊരു സ്വീകാര്യതയും കിട്ടി. പിന്നീട് വീണ്ടും ആ ട്രെൻഡ് അവിടെ നിന്നു. സത്യത്തിൽ ഐഷ പോറ്റി എന്നതിനപ്പുറത്തേക്ക് CPM അതൊരു വലിയ വളർച്ച അവിടെ രേഖപ്പെടുത്തി. അതായത് ബാലകൃഷ്ണപിള്ളയുടെ പ്രതാപകാലത്ത് ബാലകൃഷ്ണപിള്ള എങ്ങനെയാണോ കേരള കോൺഗ്രസിനെ പടുത്തുയർത്തിക്കൊണ്ട് വന്നത്, അതിന് സമാനമായിട്ട് CPM പടുത്തുയർത്തിക്കൊണ്ട് വന്നു. അതുകൊണ്ടാണ് പിന്നീട് ഐഷ പോറ്റിക്ക് 2-3 അവസരം ലഭിച്ചതിന് ശേഷം മാറ്റാം. അന്ന് CPM-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിനെ ഇനി കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് KN ബാലഗോപാൽ അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ബാലഗോപാലിനൊരു ഇമേജ് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നോ അല്ലെങ്കിൽ ഒരു വശംവദനാകുന്നതോ ഒന്നുമല്ല, ഒരു കർക്കശക്കാരനായ രാഷ്ട്രീയക്കാരൻ. ക്ലീൻ ഇമേജ്, കർക്കശക്കാരൻ. CPM-ന്റെ നേതാക്കളുടെ ഒരു പ്രത്യേകതയില്ലേ, അവർ ഭയങ്കര കർക്കശക്കാരായിരിക്കും, അവർ കണ്ട ചിരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ. അങ്ങനെയുള്ള ഒരു ഇമേജ് ഉള്ള ഒരു വ്യക്തി അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന രശ്മി ഒരു വലിയ എതിരാളിയായിട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ ആ ബാലകൃഷ്ണപിള്ളയുടെ പാരമ്പര്യമൊക്കെ പേർന്ന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി നിൽക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് രശ്മിക്ക് കനത്ത പോരാട്ടം നടത്താൻ കഴിഞ്ഞത്. എന്നിട്ടും ഈ കൊട്ടാരക്കര മണ്ഡലത്തെ എങ്ങനെയാണോ CPM തങ്ങളുടെ ഒരു കോട്ടയായിട്ട് വളർത്തിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് ബാലഗോപാലിനെ അവിടെ വിജയിച്ച് കയറാൻ കഴിയും. ഇത്തവണയെ രശ്മിയെ കൊണ്ട് മത്സരിപ്പിച്ച് ബാലഗോപാലിനെ വെല്ലുവിളിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ രശ്മിക്ക് അപ്പുറത്തേക്ക് ഐഷ പോറ്റിയെ കോൺഗ്രസ്സുകാർ ദത്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഐഷ പോറ്റിക്ക് എന്തിനാ അവർ പറഞ്ഞത്, എന്നെ പാർട്ടിക്കാർ അവഗണിച്ചു, എന്നെ പാർട്ടിക്കാർ പ്രധാന പരിപാടിയിൽ വിളിക്കുന്നില്ല. 2-3 തവണ നിയമസഭാ സാമാജികയായി, ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, അവസരം കൊടുക്കാവുന്നിടത്തൊക്കെ പരമാവധി അത്രയും കൊടുത്തു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ അവഗണിക്കുന്ന ഒരാൾ സ്വയം മാറണ്ടേ. ഞാൻ കഴിഞ്ഞാൽ പ്രളയം ഒന്ന് ചിന്തിക്കരുതല്ലോ, അടുത്ത ആൾ വരട്ടെ, അടുത്ത ആൾക്ക് അവസരം കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം പാർട്ടി പരിപാടിയിൽ എന്നെ വിളിച്ചില്ല, എന്നെ അവഗണിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മോശം പ്രവണതയായിട്ടാണ് ഈ ഇടതുപക്ഷ പാർട്ടികളൊക്കെ കാണാൻ. ആ സമയത്താണ് കോൺഗ്രസ്സുകാർ ദത്തെടുക്കുന്നത്. എന്നിട്ട് രശ്മിയേക്കാൾ വലിയ ആളാണ് ഈ ഐഷ പോറ്റി എന്ന നിലയിൽ
ജില്ലയിൽ VD സതീശൻ അടക്കം വലിയ പരിപാടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു, ആനയിക്കുന്നു, ഈ വാർത്തയൊക്കെ കാണുന്നത്. അപ്പോൾ രശ്മിക്ക് മനസ്സിലായി ഇനി എനിക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് രശ്മി ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് BJP മാറുകയാണ്. അപ്പോൾ രശ്മിയെ അനുകൂലിക്കുന്ന, രശ്മിയുടെ പോരാട്ട വീര്യത്തെ അംഗീകരിക്കുന്ന കുറേയധികം പ്രവർത്തനമുണ്ടല്ലോ, അവർക്ക് ഈ ഐഷ പോറ്റി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ ഇത്രയും നാൾ CPM-നൊപ്പം നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലേ. ആ കിട്ടേണ്ട വോട്ടും ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾ, CPM-നെ കാലാകാലങ്ങളായിട്ട് കൊട്ടാരക്കരയിൽ ജയിപ്പിച്ച വോട്ടുകൾ അവിടെ നിൽക്കുകയും കോൺഗ്രസിലെ കുറേ വോട്ടുകൾ BJP-യിലേക്ക് പോവുകയും ചെയ്താൽ അടി തെറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനാണ്. കോൺഗ്രസിൻ്റെ പുതിയ ഐഷ പോറ്റിക്ക് വേണ്ടത്ര സ്വാധീനം കിട്ടും. അപ്പോൾ അത്രയല്ല, അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കില്ല ഇവർക്ക് 2 or 3 തവണ ജനപ്രതിനിധിയാകാൻ അവസരം കിട്ടി, പിന്നെയും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരാൾ എന്നുള്ള ഒരു ഇമേജ് വരും. ആ ഇമേജ് വന്നാൽ KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്ക് അത് അനുകൂലമായിട്ട് വരും. അപ്പം ധനകാര്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണ്, അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ബാലഗോപാൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വരുന്ന സമയത്ത് കുടുംബനാഥൻ എന്ന നിലയിൽ അവർ ഇപ്പോൾ ഈ ഓണത്തിനോ അല്ലെങ്കിൽ വലിയ ഫെസ്റ്റിവലിനോ ഒക്കെയാണ് നമ്മൾ ഫാമിലിയെ ഒപ്പം കാണുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. മാത്രമല്ല ഈ തോമസ് ഐസക്കൊക്കെ ഉണ്ടാകുന്ന പോലെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടല്ല ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ ബജറ്റ് കൊണ്ടുവരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുന്നു, അതൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ക്ലീൻ ഇമേജുള്ള മന്ത്രിമാരിൽ ഒരാളാണ് KN ബാലഗോപാൽ. അദ്ദേഹം തന്നെ വീണ്ടും കൊട്ടാരക്കരയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ബാലഗോപാലിനെ സംബന്ധിച്ച് 2016 ഇദ്ദേഹമാണ് അവിടെ മത്സര രംഗത്തേക്ക് വന്നത്. ബാലഗോപാൽ അന്ന് അദ്ദേഹത്തിന് 65,000-ലധികം വോട്ടുണ്ടായിരുന്നു. അത് പിന്നെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 68-ലേക്കാണ് 2021-ലായപ്പോൾ പോയത്. ഏകദേശം 10,000 വോട്ടിന്റെ 10,814 വോട്ടിന്റെ ഡിഫറൻസ് ആണ് UDF സ്ഥാനാർത്ഥിയും CPM സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായത്. അതൊരു മികച്ച ഇത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്ലീൻ ഇമേജ് ഉള്ള, CPM-ന് വലിയ പേരോട്ടമുള്ള കൊട്ടാരക്കര മണ്ണിൽ ഇത്തവണയും ബാലഗോപാൽ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അധികാരമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അധികാരമില്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഐഷ പോറ്റിയാണോ, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു ജനപിന്തുണയുള്ള രശ്മിയാണോ ഇനി 2ാം സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കൊട്ടാരക്കരയിലെ ജനങ്ങളാണ്. മത്സരം UDF-ഉം BJP-യും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. 1ാം സ്ഥാനം എന്തായാലും KN ബാലഗോപാലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.